ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ? അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മുടെ വൃസ്റ്റിന്റെ ഭാഗത്ത് ഒരു ബെൽറ്റ് ഡിസൈൻ വരക്കണം. അതിന് ഇതേപോലെ 4 ലൈൻസ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഏറ്റവും മേലത്തെ ലൈനുമ്മയും താഴത്തെ ലൈനുമ്മയും ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. ഏറ്റവും താഴത്തെ ഹംസിന്റെ സെന്റർ ഭാഗത്ത് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ, അതിന്റെ മേലെ ഇതേപോലെ ഡോട്ട്സ്, അതിനൊരു ഔട്ട്ലൈൻ വരച്ച രണ്ട് സൈഡിലുള്ള ഒരു സ്പേസിൽ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ, ആദ്യം വരച്ചിട്ടുള്ള ഫ്ലവറിന്റെ മേലായിട്ട് ഇതേപോലെ ലീഫ്, ബാക്കിയുള്ളിടത്തൊക്കെ ഇതേപോലെ ലീഫും ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇനി ഫിംഗറിലുള്ള ഡിസൈൻ ആണ്. ഫിംഗറിന്റെ അറ്റത്തുനിന്ന് കുറച്ച് സ്പേസ് ഇട്ടിട്ട് അതിന്റെ താഴ്ഭാഗത്തായിട്ട് 4 ലൈൻസ് വരച്ചു കൊടുക്കുക. ആ ലൈനിന്റെ മേലെയും താഴെയും ഹംസ് വരച്ചു കൊടുക്കുക. പിന്നെ അതിന്റെ സെന്ററിൽ വരുന്ന ആ ഒരു ലൈനിന്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരച്ചിട്ടുള്ള ഹംസിന്റെ, അതായത് മേലത്തെ ഹംസിന്റെ മേലെ ഭാഗത്തായിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിന്റെ മേലെ ഭാഗത്തായിട്ട് ഇതേപോലെയുള്ള ഒരു ലീഫ് വേണമെങ്കിൽ വരച്ചു കൊടുക്കുക. വരച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും വരക്കുക. ചെറിയ ഫിംഗറും വലിയ ഫിംഗറും ഒഴിച്ച് ബാക്കി എല്ലാ ഫിംഗേഴ്സും ഇതേപോലെ അതിന്റെ സെന്റർ ഭാഗത്ത് നോക്കിയിട്ട് ഓരോ ലൈൻസ് വരച്ചിട്ട് ഓരോ ലൈനമ്മേ ഇതേപോലെ ഇടവിട്ടിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഫ്ലവർ വരച്ചെടുത്തതിന് ശേഷം ആ ലൈനിന്റെ ആ ഒരു പാർട്ടിൽ ഇതേപോലെ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാ ലൈൻസുമേ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ കാണുമ്പോൾ കുറച്ച് ഹെവി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫൈനൽ ഔട്ട് വരുന്നത്.